നമ്മൾ ആദ്യം തന്നെ പോകുന്നത് കുറച്ച് മനുഷ്യരുടെ കാത്തിരിപ്പിലേക്കാണ്. പത്തനംതിട്ട ഐരവൺ അരുവാപ്പുലം പാലത്തിന്റെ പണി അത് എന്ന് പൂർത്തിയാകുമെന്ന് കാത്തിരിക്കുകയാണ് കുറച്ചധികം മനുഷ്യർ. ഒരു പഞ്ചായത്തിന്റെ 2 പ്രദേശങ്ങളെ ബന്ധിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ച ഒരു പാലമാണിത്. ഈ പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയിട്ട് കാലം കുറയായെങ്കിലും അത് ഇതുവരെ പൂർത്തിയായിട്ടില്ല. കഴിഞ്ഞ 2 മാസക്കാലമായി പണി മുടങ്ങിയ അവസ്ഥയിലുമാണ്. അരുവാപ്പുലം പഞ്ചായത്തിനെ കീറിമുറിച്ചുകൊണ്ടാണ് അച്ഛൻ കോവിലാർ ഒഴുകുന്നത്. ഇരുകരകളെയും ബന്ധിപ്പിക്കാനായി 1 വർഷം മുൻപ് പാലത്തിന്റെ നിർമ്മാണവും ആരംഭിച്ചിരുന്നു. തൂണുകൾ സ്ഥാപിച്ചെങ്കിലും പാലത്തിന്റെ നിർമ്മാണം ഇതുവരെയും പൂർത്തിയായില്ല. കഴിഞ്ഞ 2 മാസത്തോളമായി ഒരു രീതിയിലുള്ള നിർമ്മാണവും ഇവിടെ നടക്കുന്നുമില്ല. ദ്രുതഗതിയിലാണ് പാലം പണി. ഏതാണ്ട് ഇതിൻ്റെ തൂണുകളൊക്കെ തന്നെ ഇത്ര ഏറെ എത്തിയത്. എന്നാൽ ഗവൺമെൻറ് ആ കോൺട്രാക്ടറുടെ പണം കൊടുക്കാൻ തയ്യാറായില്ല. രണ്ടാമത് ഈ പ്രദേശത്തെ വസ്തു ഏറ്റെടുത്ത ആളുകൾ, എനിക്ക് തോന്നുന്നു ഏതാണ്ട് 12 13 അധികം ആളുകൾ വസ്തു ഈ പാലത്തിൻ്റെ ആവശ്യത്തിനായി നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ വസ്തു ഏറ്റെടുക്കാനോ അതിൻ്റെ പണം കൊടുക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. പ്രാഥമികമായ നടപടികളൊക്കെ തന്നെ പൂർത്തീകരിച്ചിട്ട് ഏതാണ്ട് 5-6 മാസം തന്നെ കഴിഞ്ഞു. ഈ 2 കാരണങ്ങളാലാണ് ഇന്ന് ഈ പാലം പണി മുടങ്ങിക്കിടക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ ചുമതലയിൽ ആയിരുന്നു പാലം നിർമ്മാണം ആരംഭിച്ചത്. നിർമ്മാണ സാമഗ്രികൾ സ്ഥലത്തു നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. മറുകരയ്ക്കിലുള്ള പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകണമെങ്കിൽ അച്ഛൻ കോവിലാർ മുറിച്ചു കടക്കുകയോ 12 കിലോമീറ്റർ അധികം സഞ്ചരിക്കുകയോ വേണം. ഇത് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. ഈ പാലം പണി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അക്കരെ പഞ്ചായത്തിലൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതിപ്പോൾ ആണെങ്കിൽ പഞ്ചായത്തിൽ പോകണമെങ്കിൽ 10-12 കിലോമീറ്റർ ചുറ്റി വേണം പോകാൻ. എന്ന് പറഞ്ഞാൽ ഇവിടെ ആറ്റ് വെള്ളം കൂടി കഴിയുമ്പോൾ ഞങ്ങൾക്ക് അക്കരെ കയറാൻ ഒരു വള്ളമേ ഉള്ളൂ. അത് ഈ ആറ്റിൽ കൂടെ വലിയ മരത്തടികളൊക്കെ വെള്ളം പൊങ്ങുമ്പോൾ വരുന്ന, അതുകൊണ്ട് വള്ളത്തെ പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അതായത് ഇവിടെ വണ്ടി സർവീസ് ഇല്ല, 1 വർഷമേ ഉള്ളൂ. അത് എപ്പോഴൊന്നും കാണത്തില്ല. അതുകൊണ്ട് സ്കൂളിൽ പോകുന്ന പിള്ളേർക്കായാലും കോന്നി പോകാനാണെങ്കിലും അത്യാവശ്യം ഒരു ആശുപത്രി പോകാനാണെങ്കിലും എന്തുവാണെങ്കിലും ഈ പാലം വരുമെന്ന് ഇവിടെ വലിയ ആഗ്രഹത്തിരിക്കാനും. ആദ്യം ഒരു പണി തുടങ്ങി നല്ല പണിയായിരുന്നു ആദ്യത്തെ പണി. അതൊന്ന് സ്റ്റോപ്പായി. അത് കഴിഞ്ഞ് പിന്നെ 3-5 മാസം കഴിഞ്ഞ് വീണ്ടും തുടങ്ങി. ഇപ്പോൾ പിന്നെ വീണ്ടും നിർത്തി വെച്ചേക്കും. പ്രദേശവാസികളുടെ ഏറെ നാളത്തെ ആവശ്യത്തിന് ശേഷമായിരുന്നു പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ ഇത് പാതി വഴിയിൽ മുടങ്ങുകയും ചെയ്തു. ഈ പാലത്തിന്റെ പണി എത്രയും പെട്ടെന്ന് തീർക്കുക. ഞങ്ങളെപ്പോലുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. വെള്ളമുണ്ട്, വെള്ളത്തിൽ പോയി കറങ്ങിപ്പോകാൻ ബുദ്ധിമുട്ടാണ്. പാലത്തിന്റെ പണി എത്രയും പെട്ടെന്ന് തീർക്കണം. എന്നാൽ പാലം പണി മുടങ്ങിയിട്ടില്ലെന്നാണ് അധികൃതർ പറയുന്നത്. മഴക്കാലം പൂർത്തിയാകുന്നതോടെ നിർമ്മാണം പുനരാരംഭിക്കുമെന്നും പാലം എത്രയും വേഗം നാടിന് തുറന്നു നൽകുമെന്നും അധികൃതർ പറയുന്നു. ന്യൂസ് മലയാളം, പത്തനംതിട്ട.